ISFന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാഞ്ഞിരമറ്റം സിറാജ്, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അക്ബർ അലി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഹനീഫ പുത്തനത്താണി, ISFന്റെ സംസ്ഥാന ട്രഷറർ ഷജീർ ആലുവ, ISFന്റെ ജില്ലാ സെക്രട്ടറി CK ജലീൽ ജലാലി, ISFന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട PDPയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഇന്ത്യൻ സ്റ്റുഡന്റ്സ് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലയിലെ കർമ്മധീരരായ പ്രവർത്തകരും PDPയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരുമായ സഹോദരന്മാരെ, സാമ്രാജ്യത്വ പാദസേവയ്ക്കും ന്യൂനപക്ഷ വേട്ടയ്ക്കുമെതിരെ ISFന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാമ്രാജ്യത്വ ഫാസിസ്റ്റ് വിരുദ്ധ മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വത്തിനെതിരെ വീൽ ചെയറിലിരുന്ന് കഴുത്തിന് താഴെ മൊത്തവും സ്തംഭിച്ചുപോയിട്ടും ചലിപ്പിക്കാൻ കഴിയുന്ന തലകൊണ്ട് ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അതിശക്തമായ നേതൃത്വം കൊടുത്ത മഹാനായ ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട അഹമ്മദ് യാസീൻ നഗറിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ നമ്മുടെ പാർട്ടിയുടെ കർമ്മധീരരായ നേതാക്കന്മാർ സാമ്രാജ്യത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ഗൗരവമായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് പലതുകൊണ്ടും കഴിയുന്ന അവസരമല്ല ഇത്. 10 മണിക്ക് മുമ്പ് പരിപാടി തീരേണ്ടതുണ്ട്. പിന്നെ ഞാൻ ശാരീരികമായി നിങ്ങൾക്കറിയുന്നത് പോലെ കാലിന്റെ മുട്ടിനടുത്ത സമയത്തേറ്റ ഒരു പരിക്ക് കാരണം കുറച്ച് അസ്വസ്ഥത അനുഭവിക്കുന്ന അവസ്ഥയിലുമാണുള്ളത്. എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമായ മലപ്പുറം ജില്ലയിലെ സഹോദരന്മാർ, ഇപ്പോഴത്തെ ഈ പരിപാടി വളരെ ഗൗരവത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം മഅ്ദനിയും PDPയും ഇന്ന് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പ്രതീകമായി മലപ്പുറം ജില്ലയിൽ ആകമാനം ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ PDPയുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്, തീവ്രവാദത്തോട് PDP എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്, കാശ്മീരിൽ പോയവർക്ക് PDP എത്ര കാശ് കൊടുത്താണ് വിട്ടത്, വണ്ടിക്കൂലിയൊക്കെ PDP നേതാക്കൾ തന്നെയാണോ കൊടുത്തത്, അതേ മറ്റാരെങ്കിലുമാണോ കൊടുത്തത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള വ്യഗ്രതയിലും ആകാംക്ഷയിലുമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നെനിക്കറിയാം. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. ആദ്യം തന്നെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എല്ലാത്തരം തീവ്രവാദത്തിനും എതിരാണ്. എല്ലാത്തരം തീവ്രവാദത്തെയും അതിശക്തമായി PDP എതിർക്കുന്നു. പക്ഷേ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തിയതിന്റെ പേരിൽ ഏതെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ ഒരൊറ്റ PDPക്കാരനും തയ്യാറാവുകയില്ല. കാരണം ഞങ്ങൾ ആവേശം കൊള്ളുന്നത് മഹാനായ മൗലാന മുഹമ്മദ് അലിയിൽ നിന്നും, മൗലാന ഷൗക്കത്ത് അലിയിൽ നിന്നും, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയിൽ നിന്നും, മഹാനായ വെളിയങ്കോട് ഉമർ ഖാളിയിൽ നിന്നും, ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളിൽ നിന്നും, ഈ രാജ്യത്ത് അടിസ്ഥാനവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ മഹാനായ ഡോക്ടർ അംബേദ്കറിൽ നിന്നും, അതുപോലെ ഈ കൊച്ചു കേരളത്തിന്റെ എക്കാലത്തെയും ആവേശമായ ശ്രീമദ് അയ്യങ്കാളിയിൽ നിന്നും ഒക്കെ ആവേശം ഉൾക്കൊള്ളുന്നവരാണ് കേരളത്തിലെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കർമ്മധീരരായ പ്രവർത്തകർ എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും മൂലയിൽ ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഒന്ന് കുരച്ചാൽ ഞങ്ങൾ ഈ കൊടിയും മടക്കി കെട്ടിക്കൊണ്ട് എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.
PDP കേരളത്തിൽ ഇന്ന് സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഫാസിസത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കേണ്ടത് നേരത്തെ ഇവിടെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ചിലരുടെ ആവശ്യമാണ്. അവരതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ ആ ഭാഗത്തേക്ക് എന്റെ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആലുവായിൽ PDP സംഘടിപ്പിച്ച പരിപാടിയിൽ ഞാൻ ഉയർത്തിക്കാട്ടിയ 1-2 കത്തുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉയർത്തിക്കാട്ടാൻ പോവുകയാണ്. ഇവിടെ PDPയെ കുറിച്ച് പറഞ്ഞു നേതാക്കന്മാര് ഈ കാശ്മീർ പ്രശ്നം ഇങ്ങോട്ട് വന്ന് അവിടെ ആരോ എത്തിയെന്നും കാശ്മീരിൽ ആരോ മലയാളികൾ എത്തിപ്പെട്ടു എന്നങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് മലപ്പുറത്തിന്റെ നിങ്ങളുടെ അല്ല മലപ്പുറത്തെ പലരുടെയും പ്രിയങ്കരനായ നേതാവ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് PDP ആയിട്ട് ഒരു ബന്ധവുമില്ല, ഈ കക്ഷികളുമായിട്ട് ഒരിക്കലും ഞങ്ങൾ ബന്ധം ഉണ്ടാക്കിയിട്ടുമില്ല, ഒരു കാലത്തും ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. ഈ ഞാൻ നിങ്ങളെ ഉയർത്തിക്കാണിക്കുന്ന ഈ കത്ത് കേരളത്തിന്റെ നിയമസഭയിലെ MLA-യുടെ ലെറ്റർ പാഡിൽ മുസ്ലിം ലീഗിന്റെ അവർക്ക് പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ജയിലിലേക്ക് എനിക്ക് എഴുതി കൊടുത്തുവിട്ട ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തുവിട്ട കത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന് മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കത്ത് എല്ലാവർക്കും അറിയാം. ഞാനിത് ആലുവയിൽ വെച്ച് ആരായിരുന്നു MLA? യൂസുഫ് MLA, CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ MLA യൂസുഫിന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തിട്ട് സാക്ഷ്യപ്പെടുത്തിച്ചു ഇത് MLA-യുടെ ലെറ്റർ പാഡാണ്, MLA എഴുതിയ കത്താണ് എന്ന്. ഇത് കുഞ്ഞാലിക്കുട്ടി എഴുതി കൊടുത്തുവിട്ട കത്താണ്. എന്ത് ചോദിച്ചിട്ട്? UDF-ന് PDP-യുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തുവിട്ട കത്താണ്. ഈ കത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചങ്കുറപ്പുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ, പറയുന്ന വാക്കിനോട് എപ്പോഴെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോട്ടയ്ക്കലെ ഈ കോട്ടയ്ക്കലെ ഈ പ്രവിശാലമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കോട്ടയ്ക്കലെ ഈ ബസ് സ്റ്റാൻഡിൽ മൈക്ക് കെട്ടിക്കൊണ്ട് പച്ചക്കൊടിയും കെട്ടിക്കൊണ്ട് അദ്ദേഹം മറുപടി പറയട്ടെ, അങ്ങനൊരു കത്ത് കൊടുത്തു വിട്ടിട്ടില്ല എന്ന്. അതിനുള്ള ധൈര്യമുണ്ടോ? 2, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ പണ്ഡിതന്മാർ, ദക്ഷിണ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ തിരുവനന്തപുരത്തെ പൂന്തുറ ഹിദായത്തുൽ ഇസ്ലാം അറബിക് കോളേജിന്റെ പ്രിൻസിപ്പൽ ആദരണീയനായ ഉസ്താദ് PK കോയ മൗലവി, അതുപോലെ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദിന്റെ സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റുമായിരുന്ന ജനാബ് അൽഹാജ് മുഹമ്മദ് നൂഹ് മൗലവി, അതുപോലെ കേരളത്തിലെ മധ്യ കേരളത്തിലെ ഒരു പള്ളിയിൽ ഇമാമും പ്രമുഖ പ്രഭാഷകനുമായ ബാവ മൗലവി, ഈ 3 പേരെയാണ് ആദ്യമായി ജയിലിലേക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടി വിട്ടത്. എന്നിട്ട് അദ്ദേഹം ഈ ആളുകളോട് പറഞ്ഞു വിട്ടത് എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ ഇടതുപക്ഷത്തിനത് ഗുണകരമാവും. ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അത് അപകടമാവും. അതുകൊണ്ട് 5 കൊല്ലം ഇടതുപക്ഷം അധികാരത്തിലിരുന്നു. ഇനിയും ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ ഒരൊറ്റ വോട്ടും ഭിന്നിച്ചു പോകാത്തവണ്ണം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ UDF-ന് പിന്തുണ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞുവിട്ട 3 പണ്ഡിതന്മാരും ഇന്നും ജീവനോടിരിപ്പുണ്ട്. ഞാൻ പറയുന്നു, അവരെ ഞാൻ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് അവരെ കൊണ്ട് വേണ്ടി വന്നാൽ ഞാൻ പറയിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അങ്ങോട്ട് അവരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന്. ഇല്ല എന്നവരെ കൊണ്ട്